ആര്യൻ ബാത്റൂമിൽ നിന്ന് കുളി കഴിഞ്ഞ് ഇറങ്ങുവാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ലക്ഷ്മി. ആര്യൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ നീ വേഗം പോയി ഡ്രസ്സെല്ലാം മാറ്റി അടുക്കളയിലേക്ക് വാ, കുറച്ച് സംസാരിക്കാനുണ്ട് എന്നായിരുന്നു ബാത്റൂം ഏരിയയിൽ വെച്ച് ലക്ഷ്മി പറഞ്ഞിരുന്നത്. ആര്യൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് റൂമിൽ നിൽക്കവേ ലക്ഷ്മി വീണ്ടും അങ്ങോട്ട് കയറി ചെന്നു. എന്നിട്ട് ചോദിച്ചു, ഇന്ന് നീ കുഴച്ച ചപ്പാത്തി മാവ് നീ എപ്പം തൊട്ടിട്ടാണ് ഓപ്പൺ ചെയ്ത് വെച്ചത് എന്ന് ചോദിച്ചു. ഞാൻ കിച്ചണിൽ പോയപ്പോൾ അത് ഓപ്പണായി കിടക്കുകയായിരുന്നു, നീ എന്തുകൊണ്ടാണ് അത് മൂടാതിരുന്നത് എന്ന് ചോദിച്ചു. ആ സമയം ആര്യൻ പറഞ്ഞു, ഞാൻ കുളിക്കാൻ പോകുമ്പോൾ മൂടി വെക്കുവാൻ വേണ്ടി മറന്നുപോയതാണ്, സോറി, ഇനി ഇത് നീ ആരോടും പറയാൻ നിൽക്കണ്ട എന്നായിരുന്നു ലക്ഷ്മിയോട് പറഞ്ഞത്. അപ്പോഴും ലക്ഷ്മി നല്ല സൗണ്ടിലായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. ലക്ഷ്മി പറഞ്ഞു, എനിക്കിത് കാണിച്ചു തന്നത് തന്നെ ഷാനവാസ് ആയിരുന്നു, അതുകൊണ്ട് ഇത് ആരോടും പറയണ്ട എന്ന് പറയുന്നതിൽ എന്താ കാര്യമുള്ളത്. ലക്ഷ്മി പിന്നെ ആര്യനെ ഒരുപാട് ഷൗട്ട് ചെയ്തുകൊണ്ട് കിച്ചണിലോട്ട് പോയി. ആര്യനും പിന്നാലെ ചെന്നു. എന്നിട്ട് ഷാനവാസിനോട് ഒരു ആക്ഷൻ കാണിച്ചു, എന്തിനാണ് പറഞ്ഞത് എന്നുള്ള തരത്തിൽ. എന്നാൽ കിച്ചണിലെത്തിയതിനു ശേഷം ലക്ഷ്മി വീണ്ടും വീണ്ടും ആര്യനുമായി വഴക്ക് കൂടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. കാരണം ലക്ഷ്മിക്കറിയാം ഹൈജീൻ ഇഷ്യൂവിന്റെ കാരണങ്ങൾ മറ്റുള്ള ഹൗസ്മേറ്റ്സ് എന്തായാലും ചൂണ്ടിക്കാണിക്കുമെന്ന്. ലക്ഷ്മി കിച്ചൺ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ലക്ഷ്മിയെ തന്നെയായിരിക്കും ചോദ്യം ചെയ്യുക. അതുകൊണ്ട് ലക്ഷ്മി ഇന്ന് വളരെ ഹാർഷായി തന്നെയായിരുന്നു ആര്യനോട് പെരുമാറിക്കൊണ്ടിരുന്നത്. കിച്ചണിൽ ഹൈജീൻ ഇഷ്യൂ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എത്ര വലിയ തിരക്കായാലും നിനക്ക് അത് അടച്ചു വെച്ചിട്ട് പോയിക്കൂടായിരുന്നോ എന്നായിരുന്നു ലക്ഷ്മി ചോദിച്ചു കൊണ്ടിരുന്നത്. ആകെ കുറച്ചു നേരമല്ലേ അത് ഓപ്പണായി കിടന്നത്, അതിന് ഇത്രയെല്ലാം പ്രഹസനം വേണോ എന്നുള്ള തരത്തിലായിരുന്നു ആര്യൻ ലക്ഷ്മിയോട് റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിനിടയിൽ ഷാനവാസ് വീണ്ടും ലക്ഷ്മിയെ ട്രിഗർ ചെയ്യുവാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഷാനവാസ് പറഞ്ഞു, ആകെ 10 മിനിറ്റത്തെ കാര്യമൊന്നുമല്ല, ടാസ്ക് കഴിഞ്ഞ് ബിഗ് ബോസ് ലിവിംഗ് റൂമിലേക്ക് വിളിക്കുന്ന ആ സമയം തൊട്ട് ഇത് ഓപ്പണായി കിടക്കുകയായിരുന്നു. എത്രയോ മണിക്കൂറോളമായി അത് താഴെ ഓപ്പണായി തന്നെയായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. കിച്ചൺ ടീമിന് ഒരു ഹൈജീനുമില്ല എന്നുള്ള തരത്തിലായിരുന്നു പിന്നെ ഷാനവാസിന്റെ സംസാരം. ഇത് സത്യം പറഞ്ഞാൽ എഫക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ആര്യനായിരുന്നു. കാരണം ആര്യന്റെ ഭാഗത്ത് ഉണ്ടായിരുന്ന മിസ്റ്റേക്ക് ആയിരുന്നു അത്. ലക്ഷ്മി ആര്യനുമായി കുറേ നേരം ഷൗട്ട് ചെയ്തുകൊണ്ടേ നിൽക്കുകയായിരുന്നു. കിച്ചണിൽ വല്ല എലി കയറുകയാണെങ്കിലോ അല്ലെങ്കിൽ ഈച്ച മറ്റു പ്രാണികളെല്ലാം ഈ ഫുഡ് ഐറ്റംസിൽ വന്നിരിക്കുകയാണെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് നമ്മൾ ആ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിക്കുന്നത്. കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്, അതുകൊണ്ട് തന്നെ ആര്യൻ ചെയ്തത് വളരെ തെറ്റാണ് എന്നുള്ള തരത്തിലായിരുന്നു പിന്നീട് ലക്ഷ്മി സംസാരിച്ചു കൊണ്ടിരുന്നത്. ആര്യൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു തെറ്റ്. കാരണം ആര്യൻ മായാമോഹിനിയുടെ വേഷം ധരിച്ചുകൊണ്ടായിരുന്നു ചപ്പാത്തി മാവ് കുഴച്ചുകൊണ്ടിരുന്നത്. അതിനിടയിൽ ബിഗ് ബോസ് എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കുവാൻ പറഞ്ഞപ്പോൾ ആര്യൻ അത് അവിടെ ഇട്ട് പോവുകയായിരുന്നു. പിന്നീട് ആര്യനെ അതെല്ലാം മറന്നുപോയെന്ന് തോന്നുന്നു. പിന്നെ ആര്യൻ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം വാഷ്റൂമിലേക്ക് പോവുകയായിരുന്നു. ആ സമയം വരെയും ആ ഭക്ഷണം അവിടെ ഓപ്പണായി കിടക്കുകയായിരുന്നു. ഷാനവാസ് കണ്ടതിന് ശേഷം ലക്ഷ്മിയോട് പറയുകയാണ് ചെയ്തത്. ലക്ഷ്മിയും ആര്യനോട് ഒരുപാട് ഹാർഷായ രീതിയിലായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. കുറേ നേരം അവരുടെ ഫൈറ്റിംഗ് ലൈവിലുണ്ടായിരുന്നു. ആര്യൻ ചോദിച്ചു, എന്തിനാണ് ഇത്രയും നിസ്സാരമായ കാര്യങ്ങൾക്കെല്ലാം ഇത്രയും അധികം ഫൈറ്റ് ചെയ്യുന്നത്, നിങ്ങൾ വല്ല ടീച്ചറുമാണോ, എന്തിനാണ് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത് എന്നൊക്കെയായിരുന്നു ആര്യൻ ചോദിച്ചുകൊണ്ടേയിരുന്നത്. പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലക്ഷ്മിയെ നോക്കി ഹൈജീൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ട്രോളിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ചപ്പാത്തി മാവ് കുഴച്ചതിന് ശേഷം ബിഗ് ബോസ് എല്ലാവരോടും ഗാർഡൻ ഏരിയയിലേക്ക് പോയി ഇരിക്കുവാൻ പറഞ്ഞു. ആ സമയം ആര്യൻ പറഞ്ഞു, ഇനി ഇത് ഇവിടെ വെച്ച് പോയാൽ വല്ല എലിയും വന്ന് കഴിച്ചാലോ, ഞാൻ എൻ്റെ തലയിൽ വെക്കാം, അപ്പോൾ എലിയൊന്നും തൊടില്ലാലോ എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. ആര്യൻ്റെ ഭാഗത്തുണ്ടായിരുന്ന മിസ്റ്റേക്കിന് സോറി പറയുകയുണ്ടായി. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് കത്തിക്കുവാൻ ഷാനവാസും അക്ബറുമെല്ലാം ശ്രമിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.